നമസ്കാരം. അയൽ രാജ്യങ്ങളുടെ മണ്ണിൽ കയറി ചൊറിയാൻ പോയ പാകിസ്ഥാൻ സൈന്യത്തിന് അഫ്ഗാൻ മണ്ണിൽ കിട്ടിയത് മുട്ടൻ പണിയാണ്. അഫ്ഗാനിസ്ഥാനിലെ നഗരങ്ങൾ വ്യോമാക്രമണം നടത്തി പുപ്പുലിയാകാൻ നോക്കിയ പാകിസ്ഥാൻ സൈന്യത്തെ താലിബാൻ ഓടിച്ചിട്ടു തല്ലി എന്നാണ് റിപ്പോർട്ടുകൾ. പാവ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി വീരവാദം മുഴക്കിയ പാക് സേനയുടെ 55 സൈനികരെയാണ് താലിബാൻ പടയാളികൾ വകവരുത്തിയിരിക്കുന്നത്. ഡ്യൂറൻസ് ലൈനിൽ വലിയ സൈനിക ശക്തിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ 2 സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളുമാണ് താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വന്തം താവളം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത പാക് സൈന്യം ഒരു ടാങ്കും അവിടെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് ഓടി എന്നാണ് റിപ്പോർട്ട്. ആയുധങ്ങൾ മുഴുവൻ താലിബാന് ദാനമായി നൽകി മടങ്ങിയ പാക് സൈന്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വലിയ തമാശയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായും സാമ്പത്തികമായും പാപ്പരായ പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ മറച്ചുപിടിക്കുവാൻ കണ്ടെത്തിയ വഴിയായിരുന്നു അഫ്ഗാൻ മണ്ണിലെ ഈ അഭ്യാസ പ്രകടനം. എന്നാൽ അഫ്ഗാൻ അതിർത്തി കടന്ന് ഷോ കാണിക്കാൻ വന്ന പാക് സൈന്യത്തിന് താലിബാൻ കൊടുത്തത് ഒരിക്കലും മറക്കാനാകാത്ത പ്രഹരമാണ്. സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ച് ബോംബിട്ട പാകിസ്ഥാന്റെ ഭീരുത്വത്തിന് അവരുടെ തന്നെ 19 പോസ്റ്റുകൾ പിടിച്ചെടുത്ത് താലിബാൻ ചുട്ട മറുപടി നൽകി. 55 പേർ മരിച്ചിട്ടും 2 പേരെ മരിച്ചുള്ളൂ എന്ന് പറയുന്ന പാക് മന്ത്രി അത്താവുള്ള തരാറിന്റെ തൊലിക്കട്ടി സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. സ്വന്തം സൈനികരുടെ മൃതദേഹം പോലും കണക്കിൽപ്പെടുത്തുവാൻ മടിക്കുന്ന പാകിസ്ഥാന്റെ ഈ നമ്പർ കളി നാണക്കേട് മറയ്ക്കാനുള്ള വെറും പാഴ്ശ്രമം മാത്രമാണ്. തങ്ങളുടെ പരാജയം സമ്മതിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സൈന്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. 4 മണിക്കൂർ നീണ്ട യുദ്ധത്തിൽ താലിബാന്റെ പ്രഹരമേറ്റ് വിറച്ച പാകിസ്ഥാൻ സൈന്യം ഇനി എന്ത് ന്യായം പറഞ്ഞാണ് ഈ നാണക്കേട് കഴുകിക്കളയുക എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടി ജീവിക്കുന്ന പാകിസ്ഥാന് ഈ യുദ്ധത്തിലൂടെ സ്വന്തം ശവക്കുഴി തോണ്ടുകയാണ് ചെയ്തത്. ഒരു വശത്ത് സാമ്പത്തിക തകർച്ച, മറുവശത്ത് അതിർത്തിയിൽ താലിബാന്റെ പ്രഹരം. ഇതിനിടയിൽ തക്കതായ മറുപടി നൽകും എന്ന പാക് മന്ത്രി അത്താവുള്ള തരാറിന്റെ ഭീഷണി വെറും കോമഡിയായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. സ്വന്തം സൈനികരെ മരണത്തിന് വിട്ടുകൊടുത്ത് എയർ കണ്ടീഷണർ മുറികളിലിരുന്ന് പ്രസ്താവന ഇറക്കുന്ന പാക് ഭരണാധികാരികളുടെ ഇരട്ടത്താപ്പ് ഇതോടെ ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.